രാജേന്ദ്രൻ, ട്രംപ് അധികാരത്തിലേക്ക് വരാനുള്ള ദിവസങ്ങൾ അടുത്തിരിക്കുകയാണ്. ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ലോകം മുഴുവൻ ഇങ്ങനെ ഉത്സാഹഭരിതരായി മാറുന്നു. ഭയക്കുന്നവരെ പറ്റി തന്നെ നമുക്ക് ആദ്യം പറയാം, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ട്രംപ് പരസ്യമായിട്ട് തന്നെ പറഞ്ഞത് ഈ കൊടുങ്കാറ്റ് അടിക്കുന്നതിന് മുമ്പ് ഒരു മൂകത വരാറുണ്ട്. പെട്ടെന്ന് ഒരു ഡിപ്രഷൻ വന്നിട്ട്, ന്യൂനമർദ്ദം വന്നിട്ട്, അത് കഴിഞ്ഞിട്ടാണ് ഈ കൊടുങ്കാറ്റ് വീശി ചുഴലും ആർത്തലയ്ക്കുന്നു എന്നാണല്ലോ അതിനെപ്പറ്റി പറയാറ്. അങ്ങനെ ഒരു തകർപ്പൻ ഭരണത്തിൻ്റെ തുടക്കം എന്നുള്ള നിലയിൽ ട്രംപ് ഇപ്പോഴേ തന്നെ ഒരു വാണിംഗ് കൊടുത്തിരിക്കുന്നു. മറ്റാർക്കുമല്ല, അദ്ദേഹം ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഹമാസിനെയാണ്. വളരെ സ്പെസിഫിക് ആയിട്ടാണ് പറഞ്ഞത്. ഞാൻ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് നിങ്ങൾ ബന്ദികളായി പിടിച്ചുകൊണ്ട് പോയവരുണ്ട്. അതിൻ്റെ പുറത്താണല്ലോ ഈ കലഹങ്ങളും യുദ്ധങ്ങളും എല്ലാം പശ്ചിമേഷ്യയിൽ നടന്നത്. അതെല്ലാം പൊടിയിട്ട് മൂടി വച്ചിരിക്കുകയാണല്ലോ. അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. വിവാദങ്ങളും സംവാദങ്ങളും ഉണ്ടാകുന്നില്ല. അതാണ് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാരണഭൂതം. എന്നിട്ട് അവരെ വിട്ടില്ലെന്നുണ്ടെങ്കിൽ ഹെൽ വിൽ ബ്രേക്ക് ലൂസ് ഇൻ ദ മിഡിൽ ഈസ്റ്റ് എന്നാണ് പറഞ്ഞാൽ അടിച്ച് ഞാൻ തകർത്ത് കളയുന്ന പച്ച മലയാളത്തിൽ പറഞ്ഞു. വേറൊന്നും അർത്ഥമില്ല. നരകം വിതയ്ക്കും അവിടെ. ഇപ്പോൾ തന്നെ നരകമാണ് അവിടെ. വിതയ്ക്കും എന്നുള്ള വാണിംഗ്, വളരെ ശക്തമായിട്ടുള്ള വാണിംഗ്. അങ്ങനെ ഒരു സംഘടനയ്ക്കോ അല്ലെങ്കിൽ ഒരു ജയിച്ച കക്ഷി ആയിക്കോട്ടെ, പാലസ്തീൻ്റെ ജയിച്ച കക്ഷിയാണ് ഹമാസ് എന്ന് പറയുന്നത്, മറ്റൊരു രാജ്യത്ത് നിന്നും ഇങ്ങനെ ബന്ദികളായിട്ട് അവിടുത്തെ പൗരന്മാരെ പിടിച്ചുകൊണ്ടുപോയി ലോകത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ അത് വളരെ അന്യായമായിട്ടൊരു കാര്യമാണ്. ഇപ്പോൾ യുദ്ധം നടക്കുന്നു പല രാജ്യങ്ങളും തമ്മിൽ. പക്ഷേ ഒരു രാജ്യത്തുനിന്ന് വന്ന് പാകിസ്ഥാനിൽ നിന്ന് വന്ന് മുംബൈയിലുള്ള ആൾക്കാരെ വെടിവെച്ച് കൊല്ലുന്ന പോലുള്ള സ്വാതന്ത്ര്യം രാജ്യങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ സ്ഥിതി പിന്നെന്തായിരിക്കും? ഗോത്രവർഗ കലാപങ്ങളുടെ മധ്യകാലഘട്ടത്തിലേക്ക്, ഇരുണ്ട നൂറ്റാണ്ടുകളിലേക്കല്ലേ നമ്മൾ മടങ്ങി പോവുക. അപ്പോൾ അവിടെ ഒരു പോലീസ് വേണം. ലോകത്തിൽ ആർക്കും അതിന് ധൈര്യമില്ല. ഐക്യരാഷ്ട്രസഭയ്ക്ക് തീരെ കഴിയുകയില്ല. അവർ പലപ്പോഴും ഈ ഭീകരവാദ സംഘടനകളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ അദ്ദേഹം ഔദ്യോഗികമായിട്ടല്ല പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റ് ഉണ്ട്. ആ ഫ്ലോറിഡയിലെ എസ്റ്റേറ്റിൻ്റെ പേര് മാർ എ ലോഗോ അല്ല, ലാഗോ. ആ ലാഗോ എന്ന് പറയുന്ന എസ്റ്റേറ്റിൽ നടത്തിയ പത്രസമ്മേളനമാണ്. അപ്പോൾ അധികാരത്തിൽ വരുമ്പോൾ പത്രക്കാർ അവിടെയൊക്കെ ഈ പത്രസമ്മേളനത്തിനൊക്കെ വമ്പിച്ച തോതിലുള്ള പാർട്ടി ഒക്കെ ഹോസ്റ്റ് ചെയ്യും. പിന്നെ പണത്തിനും ഇദ്ദേഹത്തിന് പഞ്ഞമില്ലല്ലോ. സ്വന്തം എസ്റ്റേറ്റുകൾ ഒരുപാടുള്ള, വ്യവസായങ്ങൾ ഒരുപാടുള്ളൊരു മനുഷ്യൻ. അപ്പോൾ അവിടെ വെച്ച് പത്രക്കാരോടൊക്കെ സംസാരിച്ച കൂട്ടത്തിലാണ് ഈ കാര്യം പറഞ്ഞത്. ഹമാസ് ബന്ദികളെ വിട്ടയച്ചോണം മര്യാദയ്ക്ക്. ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇത്രയും ലോക നേതാക്കന്മാരുണ്ട്, ഒരൊറ്റയാൾക്ക് ഇത് പറയാൻ ധൈര്യമില്ല. അവർ കാണിച്ച ഈ അന്യായം, ധിക്കാരത്തെ തുടർന്നല്ലേ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായി. ഈ ഗോത്രയെ തുടർന്നാണ് ഗുജറാത്ത് കലാപം ഉണ്ടായത്. ഗോത്ര എല്ലാവരും അങ്ങ് മറക്കുകയും ഗുജറാത്ത് കലാപത്തിലെ ഇരവാദം നടത്തുകയും ചെയ്യും. ഇത് തന്നെയാണ് ഇസ്രായേലിന് സംഭവിച്ചത്. അവിടെ ബന്ദികളായിട്ട് കൊണ്ടുപോയ ആൾക്കാരെക്കുറിച്ചൊരു സംസാരമില്ല. അവരുടെ കഷ്ടസ്ഥിതിയെക്കുറിച്ചൊരു സംസാരമില്ല. പാലസ്തീനിൽ അവിടെ ആള് മരിക്കുന്നു, അമ്മ മരിക്കുന്നു, ഗർഭിണി മരിക്കുന്നു. മറ്റൊരു മനുഷ്യരല്ലേ? ബന്ധുക്കളായിട്ട് അവരെങ്ങനെ ഏത് സ്ഥിതിയിലാണ് കഴിയുക എന്ന് അവരുടെ ബന്ധുക്കൾക്ക് അറിയത്തില്ല, ലോകത്തിനും അറിയത്തില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ 100-ലധികം 110 അകത്തിനകത്താണ് ബന്ദികളുള്ളതെന്ന് പറയും. 140 പലരും മരിച്ചിട്ടുണ്ട് ഇതിനോടകം. ഈ എത്ര പേര് കാണും ജീവനോടൊപ്പമുണ്ടെന്ന് ഒരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ബന്ദിയെ MK ഭദ്രകുമാറൊക്കെ എന്ന് വായിച്ചു, ഈ ബന്ദികളെ വെച്ചിരിക്കുന്നത് വിലപേശാൻ, അതിനെ ന്യായീകരിക്കുകയാണ്. എത്ര മനുഷ്യത്വ രഹിതമായിട്ടുള്ള നിലപാടാണ്. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മനുഷ്യത്വം മറക്കാൻ പാടുണ്ടോ? ആ ബന്ദികളെ വെച്ചുകൊണ്ട് ഇനി വിലപേശും. അതുകൊണ്ട് ഇസ്രായേലിന് ഇവരുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരും. അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഹമാസിൻ്റെ നേതാക്കന്മാരെ മുഴുവൻ, നേതൃനിരയെ മുഴുവന് ഇല്ലാതാക്കി. അവർ ഒളിച്ചിരുന്ന ബങ്കറിനുള്ളിലും അതുപോലെ തന്നെ അഭയാർത്ഥി ക്യാമ്പുകളിലും ആശുപത്രികളിലും ഒക്കെ തന്നെയാണ് ബോംബ് വർഷിച്ച് ഇവരെയെല്ലാം തകർത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ബന്ദികളെ ഇവർക്ക് കണ്ടെത്താൻ കഴിയാതെ പോയതോ അതോ അതീവ സുരക്ഷാ രഹസ്യമുള്ള അറയിൽ ഒളിപ്പിച്ചിരിക്കുകയാണ്? അല്ല, ഈ ബന്ദികൾ ഒരിടത്തല്ല ഒളിപ്പിച്ചിരിക്കുന്നത്. അതാണ് എൻ്റെ രസം. പലയിടത്തായിട്ട് കൊണ്ടാണ് വെച്ചിരിക്കുന്നത്. ഒരിടത്ത് വെച്ച് കഴിഞ്ഞാൽ അത് സെൻസ് ചെയ്യും ഇസ്രായേൽ. ഇത് ഭൂമിക്കടിയിൽ അങ്ങ് ചിലരെ കൊന്നു. അവിടെ പലയിടത്തായിട്ടാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുമെന്നുള്ള ഒരു ധാരണ അതെങ്ങനെയുള്ള സ്ഥലത്താണ്? അവരുടെ മിലിറ്ററി ബേസിലൊന്നും അല്ല. ഇതിങ്ങനെ ആശുപത്രികൾ, അതുപോലെ തന്നെ അഭയാർത്ഥി ക്യാമ്പുകൾ, അതിനിടയ്ക്കൊക്കെ നിലവറകൾ ഉണ്ടാക്കുക, പറഞ്ഞാൽ തുരങ്കങ്ങൾ. ആ തുരങ്കങ്ങളുടെ ഏറ്റവും അടിയിലാണ്. അവിടെ ഇൻ്റർനെറ്റോ യാതൊരുവിധ സൗകര്യങ്ങളോ മൊബൈൽ ഫോണോ ഒന്നും കാണുകയില്ല. അപ്പോൾ ഇസ്രായേലിന് അതിൻ്റെ ഏറ്റവും അധുനാധുനമായിട്ടുള്ള ആ സാങ്കേതിക വിദ്യയിലൂടെ ഇവരെ ട്രേസ് ചെയ്യാൻ കഴിയില്ല.
ആ തരത്തിലാണ് മാളങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. അപ്പോൾ അത് പലയിടത്തായിട്ടാണ്. 140 പേരെ 140 ഇടത്താണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? പറ്റുകയില്ല, അസാധ്യമാണ്. ഇത്രയും പേരെ കൊന്നു കഴിഞ്ഞ കൂട്ടത്തിൽ ചിലർ അവരും ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ലല്ലോ. പിന്നെ ചിലരെ ഹമാസ് തന്നെ കൊന്നു കാണും. ഹമാസ് തന്നെ ചിലരെ കൊന്നു കാണും. പിന്നെ അവരെ ഷീൽഡായിട്ട് ഉപയോഗിച്ച് കാണും. ചിലപ്പോൾ ഇസ്രായേൽ ആക്രമിക്കാൻ വരുമ്പോൾ മുമ്പിൽ നിർത്തിയാൽ പോരെ, മരിച്ച വിവരം ഇസ്രായേൽ അറിഞ്ഞാലും പുറത്ത് പറയില്ല. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരും. ചുരുക്കി പറഞ്ഞാൽ ബാക്കി ആരും ഇനി അവശേഷിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ കാര്യത്തിൽ ലോകത്തിനോ ഐക്യരാഷ്ട്രസഭയ്ക്കോ ഒരു ദുഃഖവുമില്ല. അവിടെ ദിവസവും മരിക്കുന്ന ഭീകരവാദികളുടെ പേരിലാണ് ഐക്യരാഷ്ട്ര സഭയും അതുപോലെ അൽ ജസീറ ചാനലും ഒക്കെ എന്നും, അതുപോലെ അമേരിക്കയിലെ മാധ്യമങ്ങൾ, ന്യൂയോർക്ക് ടൈംസ്, ലോസ് ഏഞ്ചലസ് ടൈംസ്, വാൾ സ്ട്രീറ്റ് ജേർണൽ, ഇതൊക്കെ ദ ഗാർഡിയൻ ലണ്ടനിൽ നിന്ന്, ദ ടൈംസ്, അവർക്കെല്ലാം ഇതാണ് ഈ ബന്ദികൾ ഇത്രയും നാളായിട്ട് കഴിയുന്ന ഈ ബന്ദികളുടെ അവസ്ഥ. അവർക്ക് ഈ മനുഷ്യാവകാശം നിഷേധിക്കുന്നതിനെക്കുറിച്ച്, അവരുടെ ബന്ധുക്കൾ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച്, അവരുടെ മക്കൾ, അവരുടെ അച്ഛനമ്മമാർ, കുട്ടികളും ഉണ്ടാക്കൂട്ടത്തിൽ അവരനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് ലോകത്തിന് യാതൊരു വിധമായിട്ടുള്ള വിഷമവും ഇല്ല. ഇത് ആദ്യമായിട്ട് ട്രംപ് പറഞ്ഞിരിക്കുന്നു, അവരെ വിട്ടയച്ചില്ലെങ്കിൽ നീ വിവരമറിയുമടാ ഹമാസ്, ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ ഈ വിവരം അറിയാൻ എന്താ, ഹമാസ് ഗാസ മുഴുവൻ നമുക്കറിയാം തീർന്നു എന്ന്. UN പഠന റിപ്പോർട്ട് അനുസരിച്ച് ഗാസ ഇനിയും പൂർവ്വസ്ഥിതിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ 350 വർഷം എടുക്കുമെന്നാണ് പറയുന്നത്. 350 വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാം ഈ ഭൂമിക്ക് തന്നെ എന്തെല്ലാം മാറ്റം സംഭവിക്കും എന്നുള്ള കാര്യത്തിനകത്ത്. ഗാസ ഇനി പഴയ അവസ്ഥയിൽ എത്തുകയേ ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം പഴയ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഭീകരാക്രമണം നടക്കും. ഭീകരന്മാരുടെ താവളമായിരുന്നു അവിടെ. അവിടെ ഭീകരന്മാർ ആശുപത്രികൾ സ്ഥാപിച്ചിരുന്നു. അവർ തന്നെ എല്ലാവിധ സ്ഥാപനങ്ങളും, സ്കൂളുകൾ നടത്തിയിരുന്നു. അവിടെ ഭീകരവാദമാണ് പഠിപ്പിച്ചത്, ഇസ്രായേലിനുള്ള വിദ്വേഷമാണ് പഠിപ്പിച്ചത്. അത് പഠിച്ച വിദ്യാർത്ഥികളും കൂടിയുണ്ട് ഇവർക്ക് നേരെ നടന്ന ഈ ബന്ദികളാക്കുന്ന പരിപാടിയിൽ. അവിടെ ചെന്നിട്ട് അവിടുത്തെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത നടപടിയിൽ, ഭർത്താവിനെ കെട്ടിയിട്ടുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിലിട്ട് സ്വന്തം ഭാര്യയെ ബലികഴിച്ച നരാധമന്മാരുടെ പ്രവർത്തിക്ക് പിന്നിലും അവർ പരിശീലിപ്പിച്ച അവിടുത്തെ പൗരന്മാരുണ്ടായിരുന്നു. എന്തിനാണ് അങ്ങനെ ഒരു രാജ്യം? പറവൂർ TK നാരായണപിള്ള ശൂരനാടെന്ന് പറയുന്ന ഒരു ഗ്രാമം ഇനി കേരളത്തിൽ വേണ്ട എന്നന്ന് പറഞ്ഞതുപോലെ അത് ജീവിക്കാൻ വേണ്ടിയുള്ള സമരമായിരുന്നു. പക്ഷേ ഇത് ജീവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള സമരം. ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തിലെ അഭയാർത്ഥികളുടെ രാജ്യം, ലോകത്തിൽ ഏറ്റവും വേട്ടയാടപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ രാജ്യം, ഇവിടെ ഞങ്ങളുടെ മണ്ണിൽ അനുവദിക്കുകയില്ല, ഞങ്ങളുടെ അയൽപക്കമാവാൻ സമ്മതിക്കുകയില്ല എന്നുള്ള ആ പക, ആ കുടിപ്പക, ആ ഗോത്രപ്പക, അതിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ തിരിച്ചടിയാണ് ഈ യുദ്ധം. അത് ശരിക്കും ഉൾക്കൊണ്ട സെൻസ് ചെയ്ത മനുഷ്യനാണ് ട്രംപ്. അദ്ദേഹത്തിന് ഈ ആദർശ കുസുമങ്ങൾ കൊണ്ട് മൂടിപ്പൊതിഞ്ഞുള്ള ആ സുഗന്ധവാഹിയായിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പച്ചയ്ക്കുള്ളത് പച്ചയായിട്ട് പറയും, അതാണ് സത്യം. പക്ഷേ ഈ ഗാസയിൽ ഏതാണ്ട് നമുക്കറിയാം 45,000 പേരോളമാണ് കൊന്നൊടുക്കിയത്. ഇനിയും ബാക്കി നിൽക്കുന്നുണ്ട്. എല്ലാവരെയും കൊന്നൊടുക്കുക എന്ന് പറയുന്നത് അപ്രാപ്യമായ അത് ലോകത്തിൽ വെച്ച് നോക്കുമ്പോൾ നെതന്യാഹു വലിയ പ്രതിപട്ടികയിൽ 1-ാം സ്ഥാനത്ത് കയറുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും വരുന്നത്. അതെ, ഞാൻ അദ്ദേഹത്തിനെ പ്രതിപട്ടികയിലാക്കാനും ലോകകോടതി കേസ് പോയിട്ടുണ്ട്, വിചാരണ ചെയ്താലും. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ് സരയാവു, അതുപോലെ തന്നെ നേരത്തെ അവിടെ നടന്ന യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ പിന്നെ ഇറാഖിലെ സദാം ഹുസൈൻ വിചാരണ ചെയ്യപ്പെട്ടതുമൊക്കെ അത് അമേരിക്കയാണ് വിചാരണ ചെയ്ത് കൊന്നതെങ്കിലും അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ വിചാരണ ചെയ്യാൻ ശ്രമം ഐക്യരാഷ്ട്രസഭ നടത്തും. പ്രത്യേകിച്ചും ഐക്യരാഷ്ട്രസഭയായിട്ട് ഉടക്കിയിരിക്കുക. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി ജനറൽ ഇവിടെ വരരുതെന്ന് അദ്ദേഹം വാങ്ങി. അവർ തമ്മിലൊരു ശരിക്കും ഒരു പോര് നടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നുള്ള ഉറപ്പാണ്. പക്ഷേ യുദ്ധക്കുറ്റവാളികളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ രക്ഷിച്ചു. മറ്റ് പൗരന്മാർക്ക് ഇതുപോലൊരവസ്ഥ ഉണ്ടാവുന്നതിൽ നിന്ന് ഇസ്രായേലിനെ അദ്ദേഹം രക്ഷിച്ചു. അല്ലെങ്കിൽ വീണ്ടും ഇത് ആവർത്തിക്കുമായിരിക്കും, തുടർന്നുകൊണ്ടിരിക്കും. ഐക്യരാഷ്ട്രസഭ കൈമലർത്തും, മറ്റ് രാജ്യങ്ങളും കൈമലർത്തും. ട്രംപ് ഇല്ലാത്ത അമേരിക്കയും ഡെമോക്രാറ്റിക് പാർട്ടി ഭരിക്കുന്ന അമേരിക്കയും കൈമലർത്തും. യാതൊരു ഉത്തരവാദിത്വം. ഇനി ഞാൻ ഇതിലൂടെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ ഇപ്പം ഹമാസിന് ഇത്തരത്തിലൊരു ഭീഷണി കൊടുത്തിരിക്കുന്നു അല്ലേ? അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെയും മറ്റും ഹൂത്തികളുടെയും ഒക്കെ സ്ഥിതി എന്താകുമെന്ന് നമുക്ക് അറിയേണ്ടതുണ്ടല്ലേ?
ഹൂത്തികളുടെ കാര്യത്തിൽ ഹൂത്തികളൊന്നും അത്ര ഇല്ലാതായിട്ടില്ല. പക്ഷേ ഹൂത്തികൾക്കെതിരെ ചൈനയുടെ ഒരു ആക്രമണം ഉണ്ടായേക്കാം. അതുപോലെ തന്നെ സിറിയയിൽ ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്ന പണ്ട് ഭീകരരായിരുന്ന സംഘടന, ആ സിറിയ രാജ്യത്തിൻ്റെ പുതിയ ആ രാഷ്ട്രീയ ക്രമത്തിനെതിരെ ചൈനയുടെ ഒരു അറ്റാക്ക് ഉണ്ടായേക്കാം എന്ന് പറയുന്നു. കാരണം ചൈനയുടെ താല്പര്യങ്ങൾക്ക് അത് വളരെ ആവശ്യമാണ്. കാരണം ഏറ്റവും അധികം ലോകത്തേക്ക് സാധനങ്ങൾ കയറ്റി അയക്കുന്ന, ഇറക്കുമതി ചെയ്യുന്നതല്ല, രാജ്യങ്ങളിൽ ഒന്നാണിപ്പോൾ ചൈന. അപ്പോൾ അതിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സിറിയയിൽ അവരൊരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മിലിറ്ററി ഓപ്പറേഷന് വേണ്ടി അവർ പുറപ്പെടുന്നുണ്ട് എന്ന് വരുന്നുണ്ട്. ഹൂത്തികളുടെ ശക്തി തൽക്കാലം അവരൊന്ന് അടങ്ങിയിരിക്കുകയാണ്, ഒരു പരിധി വരെ നശിപ്പിച്ചിട്ടുണ്ട്. ഹെസ്ബോളയുടെ ശക്തി പാടെ തകർന്നു. പക്ഷേ ഹൂത്തികൾക്ക് ഇപ്പോഴും ഒരു ബലമുണ്ടെന്നുള്ളതിന് തെളിവ് നമ്മൾ നേരത്തെ പറഞ്ഞ നിമിഷപ്രിയയുടെ കാര്യത്തിലാണ്. ഈ നിമിഷപ്രിയയെ ശിക്ഷിച്ചിരിക്കുന്നത് ആ യമൻ ഗവൺമെൻറ് അല്ല, പിന്നെയോ ഈ ഹൂത്തികളുടെ ഗവൺമെൻറ്റാണ് ശിക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ഹൂത്തികളുമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് ബന്ധമില്ല, അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് തലത്തിൽ ഇടപെട്ടുകൊണ്ട് യമൻ ഗവൺമെൻറ്റുമായിട്ട് ഇടപെട്ടുകൊണ്ട് ഇന്ത്യക്ക് ഇവരെ രക്ഷിക്കാമായിരുന്നു. അത് പറ്റില്ല, ഹൂത്തികളുടെ കയ്യിലാണ്. പക്ഷേ അതുകൊണ്ടാണ് ഇറാൻ്റെ പ്രസക്തി ഇവിടെ വരുന്നത്. ഹൂത്തികളുമായിട്ട് ചർച്ച ചെയ്ത് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാമെന്നാണ് അവർ പറഞ്ഞത്. ഇതുവരെ കൊന്നിട്ടില്ല. ഹൂത്തികളെന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും ആരെയും കൊല്ലാൻ മടിയില്ലാത്ത ഒരു വിഭാഗം ആൾക്കാരാണ്, ടെററിസ്റ്റുകളാണ്, ഭീകരന്മാരാണ്. പക്ഷേ ഇതുവരെ കൊന്നിട്ടില്ല. ഇറാൻ ചർച്ച നടത്തുന്നുണ്ട്, ഇറാൻ നോ പറഞ്ഞു കാണും, ഇറാൻ പറഞ്ഞാൽ അവർ അനുസരിക്കും. അപ്പോൾ ഹൂത്തികളുള്ളത് നിമിഷപ്രിയയ്ക്കും അതുവഴി കേരളത്തിനും ഇന്ത്യക്കും എല്ലാം നല്ലത് തന്നെ എന്ന് വിചാരിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇറാൻ അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ച് ഇത്തരത്തിലൊരു ഓപ്പറേഷനും അല്ലെങ്കിൽ അക്കാര്യത്തിലൊരു ആശ്വാസവും നമുക്ക് തരാൻ കഴിയുമായിരുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.